അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്രിസ്മസ് ട്രീ മേക്കിങ്ങിനായിട്ട് വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തുള്ള ഗ്രീൻ റിബൺ ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കടകളിൽ നിന്ന് ലഭ്യമാണ്. പിന്നെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ പിങ്ക് നിറത്തിലുള്ളതും റെഡ് നിറത്തിലുള്ളതുമായ പിന്നെ നല്ല അടിപൊളി ബോൾസ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് തെർമോക്കോൾ ബോൾസ് ആണ്. ഇത് 20 രൂപയാണ്. ഇത് കടകളിലൊക്കെ ലഭ്യമാണ്. പിന്നെ എടുക്കുന്നത് ഗ്ലിറ്റർ ഷീറ്റാണ്. ഇത് സ്റ്റിക്കറുള്ള ഷീറ്റാണ്. പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ളത് ഒരു ഫ്ലക്സ് സ്റ്റിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോളും എടുക്കാവുന്നതാണ്. പിന്നെ ഒരു കത്രിക. പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടത് ചാർട്ട് പേപ്പറാണ് ആദ്യമായിട്ട് തന്നെ. അപ്പോൾ ചാർട്ട് പേപ്പർ ഞാനിവിടെ ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ സാമഗ്രികളുടെ കൂട്ടത്തിൽ ചാർട്ട് പേപ്പർ ഉൾപ്പെടുത്താനൊന്ന് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ചാർട്ട് പേപ്പർ നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചാർട്ട് പേപ്പറും യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രീൻ ചാർട്ട് പേപ്പർ ആകുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി നമുക്കിത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങളിത് വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ട് മടക്കിയെടുക്കുക. ഒരു ക്യാപ്പ്, അതായത് നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ ഉപയോഗിക്കുന്ന ക്യാപ്പില്ലേ, ആ ഒരു രീതിയിലായിരിക്കണം നമ്മളിത് മടക്കിയെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫ്ലക്സ് സ്റ്റിക്കും കൊണ്ട് അതൊന്ന് ഒട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സൂക്ഷിക്കുക, കയ്യിലൊക്കെ ഒട്ടിയാൽ ഭയങ്കര ഡേഞ്ചറാണ്. നമുക്കിത് ഒട്ടിയാൽ പിന്നെ അത് കിട്ടത്തില്ല. നല്ല സ്ട്രോങ് ഉള്ള പശയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക പരമാവധി യൂസ് ചെയ്യുമ്പോൾ. അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒട്ടാൻ കുറച്ച് പാടുപെടും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് നെയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് മുറിച്ച് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ കത്രിക ഉപയോഗിച്ച് നമുക്ക് ബാക്കി വന്ന ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റാവുന്നതാണ്. അപ്പം നമുക്ക് ഒരു ഉപരിതലത്തിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ ചാരത്തെ എടുത്ത് ഇതിന് മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് റൗണ്ടായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇതിന് ചുറ്റും ഒന്ന് ചുറ്റിക്കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം ഞാനിതിനെക്കുറിച്ച് പൊഴുത്തുന്നൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗ്രീൻ റിബൺ ഇതിന് ചുറ്റുമായിട്ട് മൊത്തമായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഇതിന് മുകളിൽ കുറച്ച് ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്യാനുണ്ട്. അതിനായിട്ട് നമ്മൾ നേരത്തെ ആദ്യം കാണിച്ചു തന്ന ആ ഒരു ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഇതിന് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത തെർമോക്കോൾ കളർ ബോൾസ് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്ന പശ ഫെവിക്കോളാണ്. അപ്പോൾ ഫ്ലക്സ് സ്റ്റിക്കും കൊണ്ട് നിങ്ങളിത് ഒട്ടിക്കരുത് യാതൊരു കാരണവശാലും. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ആദ്യം തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് മുകളിലായിട്ട് തെർമോക്കോൾ ബോൾസിന് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ച് നോക്കുമ്പോൾ ഇത് മുഴുവനായിട്ട് ഉരുകിയിട്ട് ഇല്ലാതാകുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതെന്തോ ഒരു രാസപ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ തെർമോക്കോൾ പീസിനെ അലിയിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫെവിക്കോൾ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മുഴുവൻ തെർമോക്കോൾ ബോൾസും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ മുഴുവൻ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസിയാണ്. എല്ലാ കൂട്ടുകാർക്കും എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു ക്രിസ്മസിന് എന്തായാലും ക്രിസ്മസ് ട്രീ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീ ഇഷ്ടമായാലും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ക്രിസ്മസ് ട്രീയുടെ കൂടുതൽ വിഷ്വൽസ് ഒന്ന് കണ്ടിട്ട് വാ.